ജലം തടഞ്ഞു നിർത്തി എന്തെങ്കിലും പദ്ധതികൾ നിർമ്മിക്കുമെന്ന് തോന്നിയാൽ ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകും. ഭീഷണി സ്വരവുമായി പാകിസ്ഥാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫാണ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിർത്തിയ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ജലസുരക്ഷ അപകടത്തിലാണെന്ന് തോന്നുമ്പോൾ അത് തീർച്ചയായും യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് പാകിസ്ഥാൻ TV ചാനലായ ARYന് നൽകിയ അഭിമുഖത്തിൽ ഖോജ ആസിഫ് പറഞ്ഞത്. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. മുഴുവൻ പ്രപഞ്ചവും വെള്ളത്തിൽ നിന്നാണ് ജനിച്ചത്. ജലം ജീവനാണ്. കിഷൻ ഗംഗ പദ്ധതി ഉൾപ്പെടെ ഇന്ത്യ നിർമ്മിച്ച എല്ലാ പദ്ധതികളും നേരിട്ട് പാകിസ്ഥാനെ ബാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു അഭിമുഖത്തിൽ പാകിസ്ഥാൻ കാശ്മീരിലെ അധിനിവേശം പ്രതിഷേധങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധവും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി. പാക് അധീന കാശ്മീരിലെ വിദേശത്തു നിന്നുള്ള പ്രതിഷേധക്കാർ, മാധ്യമങ്ങൾ, പിന്തുണക്കാർ എന്നിവർ ഇന്ത്യയുടെ പ്രോക്സി ശൃംഖലയുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിക്കപ്പെടുന്നു. അതേസമയം സിന്ധു നദീജല കരാറിൽ ഇന്ത്യ നടത്തുന്ന ലംഘനങ്ങൾക്കെതിരെ UN രക്ഷാസമിതി അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ സുരക്ഷാ കൗൺസിലിന് ഔദ്യോഗികമായി കത്തയച്ചു. കരാറുമായി ബന്ധപ്പെട്ട ഇസ്ലാമാബാദിന്റെ ആശങ്കകൾ വ്യക്തമാക്കിക്കൊണ്ട് ഉപപ്രധാനമന്ത്രി എഴുതിയ കത്ത് UN-ലെ പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖാർ അഹമ്മദ് UN രക്ഷാസമിതി പ്രസിഡന്റിന് കൈമാറി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് കത്ത് കൈമാറിയ വിവരം അറിയിച്ചത്. ജൂൺ മാസത്തെ UN രക്ഷാസമിതി അധ്യക്ഷ ലിയോനോർ സലാഭദ ടോറസിനാണ് കത്ത് നൽകിയത്. 1960-ൽ വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ പങ്കുവച്ച സിന്ധു നദീജല കരാർ 2025 ഏപ്രിൽ 26 പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സിന്ധു നദീജല കരാർ ലംഘനങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ ആശങ്കകൾ കത്തിലൂടെ UN രക്ഷാസമിതിയുടെ അടിയന്തര ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ദക്ഷിണേഷ്യയിലെ നിലവിലെ പൊതുവായ സാഹചര്യങ്ങളെക്കുറിച്ചും രക്ഷാസമിതി പ്രസിഡന്റിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അസീം വ്യക്തമാക്കി. ചെനാബ് നദിക്ക് കുറുകെയുള്ള ഇന്ത്യയുടെ 2 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെ കുറിച്ചുള്ള ആശങ്കകളാണ് പ്രധാനമായും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലും സമാനമായ രീതിയിൽ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി UN രക്ഷാസമിതിക്ക് കത്തയച്ചിരുന്നു. സിന്ധു നദിയിലെ വെള്ളത്തിന്മേൽ ജലാധിപത്യം സ്ഥാപിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലുള്ള സലാൽകോട്ടിൽ വരുത്തുന്ന ഘടനാപരമായ മാറ്റങ്ങളും ചെളി നീക്കം ചെയ്യലും വഴി നദീതടത്തിന്റെ നിയന്ത്രണം ഇന്ത്യ പൂർണ്ണമായി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതായും നദിയിലെ ജലപ്രവാഹവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറുന്നില്ലെന്നും പാകിസ്ഥാൻ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ പങ്കുവച്ച ഈ കരാർ അന്താരാഷ്ട്ര നിയമപ്രകാരം ഇപ്പോഴും നിലനിൽക്കുന്നതാണെന്നും നദീജല പ്രവാഹം തടസ്സപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ഏതൊരു നീക്കത്തെയും യുദ്ധപ്രവൃത്തിയായി കണക്കാക്കപ്പെടുമെന്നും പാകിസ്ഥാൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ ഏകദേശം 80-90% സിന്ധു നദീജല കരാർ പ്രകാരം ലഭിച്ചിരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോയിരിക്കുന്നത്. ഇത് നിലച്ചതോടെ നട്ടം തിരികെയാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ UN-ൽ ഉൾപ്പെടെ പാകിസ്ഥാൻ പരാതി ഉന്നയിച്ചു കഴിഞ്ഞു. എന്നാൽ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.